കേരളം ഒരു വികസിത നാടാണ്. സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ മുന്നിൽ, പല കാര്യത്തിലും ലോകത്തിന് മാതൃകയാണ്. ആ നാട്ടിൽ ആ നാടിന്റെ മുഖ്യമന്ത്രി ബോഡി ഷേമിംഗ് നടത്തുന്നത് അംഗീകരിക്കാനാകുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉറച്ച ഉത്തരം. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ആദ്യമായി 8.25 അട്ടിവെച്ച പോലെ ഒരാൾ എന്ന പരാമർശം നടത്തിയത്. പ്രതിപക്ഷാംഗത്തെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചത്. കൈയടിക്കാൻ ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു. ശരിയാണ്, പ്രതിപക്ഷത്തെ അംഗത്തിന്റെ പേര് പറഞ്ഞിരുന്നില്ല. പക്ഷേ പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടു. നമുക്ക് അന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. സർ, സാധാരണ നിലക്ക് എന്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8.25 അട്ടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാടിനെ ആക്രമിക്കാൻ പോവുകയാണ്. ബോഡി ഷേമിംഗ് അല്ലേ ആ വാചകം? വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ലാത്തത്ര അധിക്ഷേപമാണത്. 8.25 അട്ടിവെച്ച പോലെ അത്രയും ഉയരമുള്ള ഒരാളെന്നാണ് മുഖ്യമന്ത്രി പരിഹാസത്തോടെ പറയുന്നത്. ഉയരം കുറഞ്ഞത് എന്ന് മുതലാണ് പരിഹാസത്തിനുള്ള കാരണമായത്? പലരും മുഖ്യമന്ത്രി ഉന്നം വെച്ചത് നജീബ് കാന്തപുരത്തെയാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി നജീബ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല പിണറായി. അത്രയും എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണ് പോകും. ഈ വാച്ചൻ വാർഡിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണ് പോകുന്നയാളാണ്. അപ്പോൾ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ളയാളല്ലേ? അയാൾ ഉയരം കുറഞ്ഞിരുന്നല്ല, നല്ല ആരോഗ്യമുള്ളയാളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കാണേണ്ടത്. നാടൻ ഭാഷയാണെന്ന ന്യായീകരണം മതിയാകെ വരും. ഉയരം മാത്രമല്ല, വിശദീകരിക്കാൻ വിളിച്ചപ്പോൾ ഒരാളുടെ ആരോഗ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് ആർക്കും എപ്പോൾ വേണമെങ്കിലും അനാരോഗ്യം വരാം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് കേരളത്തിന് ക്ലാസ് എടുക്കുന്ന പാർട്ടിക്കാരുടെ പൊടി പോലും പിന്നെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കൈയടിക്കുന്ന ഭരണപക്ഷം എന്ത് സന്ദേശമാണ് പുരോഗമന കേരളത്തിന് നൽകുന്നത്? പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിന്റെ കേരളമാണിത്. അധിക്ഷേപവും പരിഹാസവും മുഖ്യമന്ത്രിയിൽ അവസാനിക്കുന്നില്ല. ശാരീരിക അധിക്ഷേപത്തിൽ മുഖ്യമന്ത്രിയെ കടത്തിവെട്ടുകയാണ് ഭരണപക്ഷത്തു നിന്നുള്ള MLA PP ചിത്തരഞ്ജൻ. നിയമസഭയിൽ ചിത്തരഞ്ജൻ പറഞ്ഞത് വികലാംഗരെ വേദനിപ്പിക്കുന്ന, അപമാനിക്കുന്ന വാക്കുകളാണ്. ചിരിച്ചാസ്വദിച്ച PP ചിത്തരഞ്ജൻ പറഞ്ഞ വാക്കുകൾ ഈ അടുത്ത കാലത്ത് കേരളം കേട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലം. രണ്ട് കൈവില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. സാർ, ഈ 2 കൈവില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ ഭിന്നശേഷിക്കാരെ കളിയാക്കേണ്ടതുണ്ടോ ബഹുമാനപ്പെട്ട MLA? വൈകല്യം അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. ഒരു അപകടമുണ്ടായാൽ എനിക്കും നിങ്ങൾക്കും 2 കൈ നഷ്ടപ്പെടാം. വികലാംഗരുടെ നികുതിയിൽ നിന്ന് കൂടിയല്ലേ കേരളത്തിൽ നിന്നുള്ള MLA-മാരുടെ ശമ്പളം? നിയമസഭയിൽ ഇരുന്നു കൊണ്ട് ചിത്തരഞ്ജൻ ഉപയോഗിച്ച ഈ ഭാഷ ഒരു ജനപ്രതിനിധിക്കും ചേർന്നതല്ല. പൊതുവേദികളിൽ, പ്രത്യേകിച്ച് നിയമനിർമ്മാണ സഭയിൽ മലിനമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം കൂടിയാണ്. എന്നിട്ടും ഇന്നും ഒരു ലജ്ജയുമില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്തയോ ഒരു ധാരണയോ എൻ്റെ മനസ്സിലില്ല. ഞാനങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രതിപക്ഷം കാട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ അവസാനം ഏതാണ്ട് സമതല തെറ്റിയവരെ പോലെയാണ് അവസാന ദിവസം കാട്ടിക്കൂട്ടിയതല്ല. അപ്പോൾ ഞാനൊരു നാടൻ ഉപമ പോലെ ഒരു പദം അങ്ങ് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ വ്യംഗ്യാർത്ഥമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അതിലങ്ങനെ തന്നെ കണ്ടാൽ മതി. ഞാനൊരിക്കൽ പോലും അവരെ ആക്ഷേപിക്കുന്ന ഒരാളുമല്ല. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചു പിടിക്കാനാവില്ല. പിന്നെയുള്ളത് പറഞ്ഞതിലെ പോരായ്മ മനസ്സിലാക്കിയുള്ള തിരുത്താണ്. താങ്കളെ ജയിപ്പിച്ചയച്ച വോട്ടർമാർക്കെങ്കിലും മിനിമം അത് അർഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും മുട്ടയുടെ വിലയും മാസ്കിട്ട് മുഖം തുടച്ചതും കേരളം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും.